my dear മക്കളെ, ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻ ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണേ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഫത്തേ ഡയോമിൻ്റെ പ്രിഫറൻസ് നാഷണലി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. തദ്ദേശീയർക്ക് മുൻഗണന, അതാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ നാട്ടിലെ ആളുകൾക്ക് മുൻഗണന നൽകുന്നു എന്ന വാക്കിനാണ് നമ്മൾ പ്രിഫറൻസ് നാഷണലി എന്ന് പറയുന്നത്. ഓക്കെ, ഫത്തേ ഡയോമാണ് എഴുതിയിട്ടുള്ളത്. ഇത് കഥയുടെ അകത്ത് പ്രധാനമായിട്ടും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ലോകത്ത് പല രീതിയിലും മനുഷ്യന്മാരെ വേർതിരിച്ച് കാണുന്നുണ്ട് അല്ലേ, മതത്തിൻ്റെ ജാതിയുടെ പേരിലൊക്കെ. അതുപോലെയുള്ളൊരു വേർതിരിവാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. നിറത്തിൻ്റെ കാര്യത്തിലുള്ളത് വർണ്ണവെറി എന്ന് പറയും നമ്മൾ. വെളുത്ത ആളുകൾ, കറുത്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്വാഭാവികമായ തൊലി നിറത്തിൻ്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. ഇതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് കണക്കെയാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അതായത് ആളുകളെ ഈ കഥ വായിച്ച് അവർക്ക് ഒരു ചിന്ത നൽകുന്ന, ഒരു ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ലോകത്ത് എത്രത്തോളം വർണ്ണവരിയുടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആളുകളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഒരു സ്ത്രീ പല രീതിയിൽ, ഒരു കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീ പല രീതിയിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്, അവരുടെ തൊലി നിറം കറുത്തത് കൊണ്ട് അവർ നേരിടുന്ന പലവിധ പ്രശ്നങ്ങളാണ് ഈ ഒരു കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം മക്കളെ എല്ലാവരും ഒരിക്കൽ കൂടെ സാറ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് ഫത്തേ ഡയോമിനെ കുറിച്ച് രണ്ട് വാക്ക്. ഫ്രഞ്ച് സെനഗലീസ് റൈറ്ററാണ്. ഫ്രഞ്ച് സെനഗൽ എന്ന് പറയുന്ന രാജ്യമുണ്ട്, അവിടുത്തെ വംശജയും കൂടിയാണ് ഇവർ. ഫ്രഞ്ച് സെനഗലീസ് റൈറ്ററാണ്. നെയോഡോർ സെനഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ജനിച്ചത്. ഒരുപാട് ലാ പ്രിഫറൻസ് നാഷണലി എന്ന പേരിൽ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ നോവൽ ബെല്ലി ഓഫ് അറ്റ്ലാന്റിക് ബിക്കെയിം എ ബെസ്റ്റ് സെല്ലർ ഇൻ ഫ്രാൻസ് ആൻഡ് അബ്രോഡ്. അത് വളരെ ഹിറ്റായിട്ടുള്ള, ഈ ഒരു പേര് കേട്ടിട്ടുള്ള ഈ ഒരു പുസ്തകമുണ്ടല്ലോ, ഒരു നോവൽ, അത് വളരെ ഹിറ്റായിട്ടുള്ളൊരു നോവലാണ്. സെൽഫ് ഡിറ്റർമിനേഷൻ, നമുക്ക് നിശ്ചയദാർഢ്യം, എക്സൈൽ ആൻഡ് ഓസ്ട്രസിസം. എക്സൈൽ എന്ന് വെച്ചാൽ നാട് കടത്ത, ഓസ്ട്രസിസം എന്ന് വെച്ചാൽ ഭ്രഷ്ട് കൽപ്പിക്കുക, ആർ ഹെർ മെയിൻ തീംസ്. ഇതിലൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ കൃതികളൊക്കെ എഴുതിയിട്ടുള്ളത്. ഹെർ സ്റ്റൈൽ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിതംസ് ഓഫ് ഓറൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ഈ ഒരു ഓറൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ സ്റ്റൈലിലാണ് ഇവരുടെ കഥകളൊക്കെ എഴുതിയിട്ടുള്ളത്. And Diom lectures at Mark Bloch University, Strasbourg and Institute of Pedagogy, Karlsruhe, Germany. ഇവിടെയൊക്കെ ഇവർ അധ്യാപികയായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. She presents cultural literary television programs on French television. She lives in Strasbourg, France. ഇതാണ് നമ്മുടെ എഴുത്തുകാരി ഫത്തേ ഡയോം. ഇവർ താമസിക്കുന്നത് ഇപ്പോൾ ഫ്രാൻസിലാണ്. അപ്പം അറിയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ, ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിലുള്ളൊരു രാജ്യമാണ്. ഇവർ വരുന്നത് ഒരു ആഫ്രിക്കൻ റീജിയൻ എന്നാണ്. അപ്പം ഇവർ അവരുടെ കൾച്ചറൽ മിക്സ് ഉള്ള ഒരാളാണ്, ഫ്രഞ്ച് സെനഗലീസ് കൾച്ചർ മിക്സ് ഉള്ള ഒരാളാണ്. സോ ഒബ്വിയസ്ലി ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ആ കാര്യങ്ങളാണ് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ ഇവർ പറയുന്നത്. നോക്കൂ, ദ ലോ ചേഞ്ച്ഡ് വെരി ക്വയറ്റ്ലി. നിയമം വളരെ നിശബ്ദമായാണ് മാറിയത്. താങ്ക്സ് ടു മിസ്റ്റർ ബോർഡേഴ്സ്. മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വ്യക്തിയുടെ പേരായിട്ട് ഇവിടെ കൂട്ടേണ്ടത് നിങ്ങൾ. ഇതൊരു കഥാപാത്രത്തിൻ്റെ പേരായിട്ട് നിങ്ങൾ കൂട്ടേ വേണ്ട. ഇങ്ങനെ ഒരുപാട് ഇമിഗ്രേഷൻ ഓഫീസർമാർ, ഇമിഗ്രേഷൻ മിനിസ്റ്റേഴ്സ്, അതായത് നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വകുപ്പുകൾ, നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ, അവരെല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ക്യാരക്ടറാക്കിയതാണ്. അവരുടെ പേരാണ് മിസ്റ്റർ ബോർഡേഴ്സ്. ഒരു വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികളെ പ്രതിനിധീകരിക്കുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും മിസ്റ്റർ ബോർഡേഴ്സ്. ഇഫ് യു ആർ മാരീഡ് ടു എ ഫ്രഞ്ച് സിറ്റിസൺ, ഇവരുടെ പുതിയ നിയമപ്രകാരം നിങ്ങളൊരു ഫ്രഞ്ച് സിറ്റിസണെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ നൗ ടേക്ക് 2 years ഫോർ യു ക്ലെയിം ദ ബെനഫിറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. നിങ്ങൾക്ക് പൗരത്വത്തിൻ്റെ, സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ പൗരത്വം. നമ്മളൊക്കെ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ, ഇന്ത്യക്കാരാണ്, നമ്മൾക്ക് ഇന്ത്യൻ പൗരത്വമാണല്ലോ. അപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബെനഫിറ്റ്സ്. നമുക്കതെല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ വേറൊരു രാജ്യത്തേക്ക് കുടിയേറി കഴിഞ്ഞാൽ, അവിടെ കുറച്ച് കാലം ജീവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കൊടുക്കും, ആ രാജ്യത്തെ പൗരന്മാരായിട്ട് പരിഗണിക്കും. അപ്പോൾ അങ്ങനെ പരിഗണിക്കുന്ന സമയത്ത് പിന്നീട് അവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ആളുകൾ ഉയർന്ന മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടി, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടി ഇങ്ങനെ യൂറോപ്പിലേക്കൊക്കെ കുടിയേറാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കാനഡയ്ക്കും UK യിലേക്കും പോളണ്ടിലേക്കും ഒക്കെ ഇങ്ങനെ കുറേ ആളുകൾ കുടിയേറുന്നില്ലേ. സോ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇനി നിങ്ങളൊരു ഫ്രഞ്ച് പൗരനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ നൗ ടേക്ക് 2 years, 2 വർഷം വേണം ഫോർ യു ടു ക്ലെയിം ദ ബെനിഫിറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഞാൻ അവരെ വിവാഹം ചെയ്ത് 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ സിറ്റിസൺഷിപ്പ് കിട്ടുകയുള്ളൂ. ബൈ ദിസ് ഡിലേ, ഈ ഒരു വൈകല് കാരണം, ഈ ഒരു സമയം ഡിലേ ആവുന്ന കാലത്ത് മിസ്റ്റർ ബോർഡേഴ്സ് റിലൈങ് ഓൺ ദ നേച്ചർ ഓഫ് ഹിസ് കൺട്രിമെൻ
ടു ബ്രേക്ക് അപ്പ് വിത്ത് ദ റിലേഷൻഷിപ്പ്. ഈ ഒരു കാര്യം ആക്ച്വലി മിസ്റ്റർ ബോർഡറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക നാളൊന്നും അവിടെയുള്ള ആളുകൾ ദമ്പതിമാർ ഒരുമിച്ച് ജീവിക്കില്ല. അവരധികം തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആവാറുണ്ട്, അവരുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാറുണ്ട്. അത് ആ നാട്ടിൽ അങ്ങനെ നടക്കുന്നൊരു പ്രവണതയാണ്. അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തുപോകാൻ ഒത്തുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വേർപിരിയും. അപ്പം ഇങ്ങനെയാണ് പൊതുവേ നോക്കും by this delay, ഈ ഒരു ഡിലേ മിസ്റ്റർ ബോർഡേഴ്സ് ഇസ് റിലൈങ് ഓൺ ദ നേച്ചർ ഓഫ് ഹിസ് കൺട്രിമെൻ. ഇയാളുടെ നാട്ടുകാരുടെ പുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു നേച്ചർ, ഒരു പ്രകൃതമാണ് റിലൈങ് ഓൺ നേച്ചർ ഓഫ് ടു ബ്രേക്ക് അപ്പ് ദ റിലേഷൻഷിപ്പ്. അവിടെയുള്ള പുരുഷന്മാർ വേഗം തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കും. അപ്പോൾ 2 വർഷമൊന്നും അത്രയും ഒന്നും അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല. ആ സമയത്തിനുള്ളിൽ അവർ ബ്രേക്കപ്പ് ആവും. അത് കാരണം എന്താണ്? ഫ്രഞ്ച് സിറ്റിസണായിട്ട് തുടരാം. പക്ഷേ ഇവരെ വിവാഹം ചെയ്ത വിദേശ വനിതയാണെങ്കിൽ ഇവർക്ക് റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ദെൻ ആസ് എക്സ് വൈഫ് ഓഫ് എ ഫ്രഞ്ച് മാൻ, ഒരു ഫ്രഞ്ച് മാൻ്റെ മുൻ ഭാര്യ ആയി കഴിഞ്ഞാൽ ദ ഫോറിൻ വുമൺ ബിക്കംസ് നോ മോർ ദാൻ ആൻ എക്സ് ഒബ്ജക്റ്റ്. ഒരു എക്സ് ഒബ്ജക്റ്റ് എന്ന പരിഗണന മാത്രമേ കിട്ടുള്ളൂ. ഒരു ഭാര്യ എന്നോ ഒരു ഫ്രഞ്ച് പൗരൻ്റെ ഭാര്യ എന്നോ അല്ലെങ്കിൽ ഫ്രഞ്ച് പൗര എന്നൊന്നും പരിഗണന. ഇപ്പോൾ ഒരു സാധാരണ ഒരു വസ്തു കണക്കല്ലേ, അവർക്ക് പിന്നെ ആരുമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ 2 വർഷ കാലാവധിയുടെ ഉള്ളിൽ തന്നെ ഞാൻ വിവാഹമോചനം നേടിയത് കാരണം എനിക്ക് ഫ്രഞ്ച് പൗരത്വം കിട്ടില്ല എന്നൊരു കണ്ടീഷൻ ഇവരുടെ ലൈഫിൽ വന്നു ചേരും. അപ്പം അതാണ് മിസ്റ്റർ ബോർഡേഴ്സ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം മിസ്റ്റർ ബോർഡേഴ്സിന് അറിയാം ഇവിടുത്തെ പുരുഷന്മാരുടെ സ്വഭാവം, ഇവർ അധികകാലമൊന്നും ഒരു കല്യാണത്തിൽ നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചതി മനസ്സിലാക്കിയാണ് മിസ്റ്റർ ബോർഡേഴ്സ് പ്രവർത്തിക്കുന്നത്. കാര്യം ഇങ്ങനെ കുടിയേറിയ ആളുകൾ വരുന്നത് ആ രാജ്യത്തിന് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നല്ല, അവർക്കതിൽ താല്പര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം അങ്ങനെ കുടിയേറി വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ആസ് വിത്ത് എനി ഒബ്ജക്റ്റ് ഷീ ഹാസ് നോ റൈറ്റ്. അങ്ങനെ ഒരു വസ്തു കണക്കെ മാറുന്ന സമയത്ത് ഷീ ഹാസ് നോ റൈറ്റ്സ്, അവർക്ക് പിന്നെ അവകാശങ്ങളില്ല. നോട്ട് ഈവൻ ദ റൈറ്റ് ടു ഏൺ ആൻഡ് ഹോണസ്റ്റ് ലിവിങ്. ഒരു നല്ല വരുമാനത്തിനുള്ള ജോലി ചെയ്യാൻ വരെ, അതായത് സത്യസന്ധമായ ഒരു ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള ക്ലെയിം വരെ, അവസരം വരെ അവർക്ക് നഷ്ടമാവുകയാണ്. ദേ വോണ്ട് ഗിവ് മീ സിറ്റിസൺഷിപ്പ്. അവർ എനിക്ക് സിറ്റിസൺഷിപ്പ് തരില്ല. ബട്ട് മൈ സെനഗലീസ് കാറ്റ് ഹാസ് ഹിസ് പേപ്പേഴ്സ്. പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് എന്നാണ്. നമ്മുടെ ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല, പൗരത്വം തെളിയിക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. അതെൻ്റെ സെനഗലീസ് പൂച്ചയ്ക്കുണ്ട്. പെർഹാപ്സ് ഇറ്റ്സ് ബിക്കോസ് ഹി ഹാസ് ജിഞ്ചർ. ചുവപ്പ് കലർന്ന മഞ്ഞ നിറമുള്ള, അതായത് ഇവരെക്കാൾ കുറച്ചുകൂടെ ഫെയർ ആണ് പൂച്ച. അപ്പം എനിക്കില്ല, പക്ഷേ ഒരു പൂച്ചയ്ക്കുണ്ട്. കാര്യം എൻ്റെ പൂച്ചയുടെ നിറം കറുപ്പല്ല, അതിനൊരു വെളുത്ത നിറമുണ്ട്. അതായത് മനുഷ്യന് കിട്ടാത്ത പരിഗണന മൃഗത്തിന് കിട്ടുന്നു എന്നുള്ള കാര്യമാണ് ഇൻഡയറക്റ്റ്ലി പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ കറുത്ത വർഗ്ഗക്കാരി ആയത് കാരണം എനിക്ക് ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല, പക്ഷേ എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ സെനഗലീസ് പൂച്ച സെനഗലി പൂച്ചയാണ്. പക്ഷേ പൂച്ചയുടെ നിറം തവിട്ട് ചുവപ്പ് കലർന്ന മഞ്ഞ നിറമുള്ളത് കാരണം, ആ ഒരു കളറുണ്ടല്ലോ, അതിനാണ് ജിഞ്ചർ കളർ എന്ന് പറയുന്നത്. അത് കാരണം പൂച്ചയ്ക്ക് എന്തായാലും അതിൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട്. Laws only gather pace when ordinary people start applying them. നിയമങ്ങൾക്ക് വേഗത കൈവരിക്കുന്നത് സാധാരണ ആളുകൾ അത് അംഗീകരിക്കുമ്പോഴാണ്. സാധാരണ ആളുകൾ അത് അംഗീകരിച്ച് ആ നിയമത്തിനനുസരിച്ച് പോകുമ്പോൾ മാത്രമേ ആ ലോ എന്താവുകയും പേസ് അതിന് വേഗത കൈവരിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കരുത്, അല്ലേ? നമ്മൾ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി, പക്ഷേ ജനങ്ങളൊന്നും തന്നെ ആ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ആ നിയമത്തിന് പിന്നെ അർത്ഥമില്ല. പക്ഷേ ആ നിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെല്ലാം കൃത്യമായിട്ടത് പാലിക്കുന്നുണ്ടെങ്കിൽ, ഓർഡിനറി പീപ്പിൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിന് ശക്തിയുണ്ടെന്നല്ലേ? ആളുകളത് പാലിക്കുന്നുണ്ട്. അപ്പം എന്താ, നമ്മളും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വേറെ ആൾക്കാർ ഹെൽമെറ്റ് ഇട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളും അത് ചെയ്യണം. നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യാൻ നിർബന്ധിതനാവുകയാണ്. ഓക്കെ, അങ്ങനെ മാത്രമേ സാധാരണ ആളുകൾ നിയമങ്ങൾ പാലിക്കുമ്പോൾ മാത്രമേ നിയമത്തിന് അതിൻ്റെ വേഗത കൈവരികയുള്ളൂ. ടെർമൈറ്റ്സ് ക്യാൻ കോസ് കൊളാപ്സ് ഓഫ് ആഫ്രിക്കൻ മഹാഗണി ട്രീസ്. ഈ ആഫ്രിക്കൻ മഹാഗണിയുടെ തടിക്ക് നല്ല കനമാണ്, നല്ല കാതുള്ള നല്ല ഉറച്ച തടിയാണ് ആഫ്രിക്കൻ മഹാഗണി. ആ ആഫ്രിക്കൻ മഹാഗണിയെ കൊളാപ്സ് ചെയ്യാൻ, തകർക്കാൻ അല്ലെങ്കിൽ മറിച്ചിടാൻ ടെർമൈറ്റ്സ്, നമ്മുടെ ചിതലുകളുണ്ടല്ലോ, ചിതലുകൾ വിചാരിച്ചാൽ മതി. ആൻഡ് ദ സൈസ് ഓഫ് ആൻഡ് ഹിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വർക്കർ ആൻഡ്സ്. ആൻഡ് ദ സൈസ് ഓഫ് ആൻഡ് ഹിൽ, ഒരു ആൻഡ് ഹിൽ നമ്മുടെ ചിതൽപ്പുറ്റു എന്നൊക്കെ പറയും അല്ലേ, ഉറുമ്പ് കൂന എന്നൊക്കെ പറയും. ഈ ഉറുമ്പ് കൂനയുടെ വലിപ്പം എന്ന് പറയുന്നത് അവിടെയുള്ള വർക്കർ ആൻഡ്സാണ്. അതായത് അത്രയും വർക്കർ ആൻഡ്സ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം വലിയൊരു മഹാഗണിയെ മറിച്ചിടാൻ ചിതലുകൾ വിചാരിച്ചാൽ മതില്ലേ. ചിതലുകൾ കൂട്ടമായി വന്ന് സമയമെടുത്ത് ഈ മരത്തിൻ്റെ കാമ്പ് തിന്ന് മരം മറിച്ചിടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചെറിയൊരു ഉറുമ്പും ഒറ്റയ്ക്കല്ല ഈ വീടുണ്ടാക്കുന്നത്, ഒരു കൂട്ടം ഉറുമ്പുകൾ ചേർന്നാണ് വലിയൊരു ഉറുമ്പ് കൂന ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ദസ് ദ സ്മോൾ എംപ്ലോയി
who make policy of preference nationally effective. അപ്പോൾ ആ നാട്ടിലെ സ്മോൾ എംപ്ലോയേഴ്സ്, ജോലി നൽകുന്ന ആളുകളാണ് പ്രിഫറൻസ് നാഷണലി, തദ്ദേശീയവൽക്കരണം അല്ലെങ്കിൽ സ്വദേശീവൽക്കരണം എന്ന് പറയും. ഫ്രാൻസിലെ ആളുകൾ ഫ്രാൻസിൽ ജോലി ചെയ്യാൻ മുൻഗണന ഫ്രാൻസിലെ ജനങ്ങൾക്കാണ്, വിദേശത്ത് നിന്ന് ആളുകൾക്കല്ല. അങ്ങനെയുള്ള ഒരു നിയമം ഇഫക്റ്റീവ് ആക്കുന്നത് ആ നാട്ടിലെ സ്മോൾ എംപ്ലോയേഴ്സാണ്. അവർ ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കാരണമാണ് പ്രിഫറൻസ് നാഷണലി എന്ന നിയമം ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? അവിടുത്തെ ഭരണകൂടമാണ്. എന്നാൽ ആ നിയമങ്ങളെ ഇഫക്റ്റീവിലേക്ക് കൊണ്ടുവരുന്നത് ആ നാട്ടിലെ സാധാരണ തൊഴിലാളികളും തൊഴിൽ ദാതാക്കരുമാണ്. I was looking for a job in one of the 5 papers. And came across this ad. ഞാൻ പത്രത്തിൽ നോക്കിയിട്ട് one of the 5 papers, one of the 5 അല്ല കേട്ടോ, free papers, one of the free papers. അതായത് ആ നാട്ടിലുള്ള നമുക്ക് കിട്ടുന്ന പത്രങ്ങളുണ്ടല്ലോ, ഈ പത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ജോലിക്ക് അന്വേഷിക്കായിരുന്നു. അപ്പോൾ പണ്ടത്തെ കഥയാണ്. പണ്ട് പത്രങ്ങളിലൊക്കെ പരസ്യം വരും അല്ലേ, ജോലിക്കാളെ ആവശ്യമുണ്ട്, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യം വരും. അങ്ങനെ പരസ്യം നോക്കിയിട്ട് ഞാനൊരു പരസ്യം കണ്ടു. ലാർജ് ബേക്കറി ഇൻ ദ സിറ്റി സെൻറ്റർ ലുക്കിംഗ് ഫോർ സെയിൽസ് ഗേൾ. ലാർജ് ബേക്കറി ഇൻ ദ സിറ്റി സെൻറ്റർ, നഗര മധ്യത്തിൽ ഒരു വലിയ ബേക്കറിയിൽ സെയിൽസ് ഗേളിനെ അറിയാലോ, അവിടെ സഹായത്തിനായിട്ട് നിൽക്കുന്ന, കച്ചവടത്തിന് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ സെയിൽസ് ഗേൾ എന്ന് വിളിക്കുന്നത്, അവരെ നോക്കുന്നുണ്ട്. ഡയലക്ട് ഡിസൈറബിൾ. ഡയലക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷാഭേദം. ഇപ്പം നമ്മുടെ മലയാളത്തിൽ തന്നെ പല മലയാളങ്ങളുണ്ട് അല്ലേ. നമ്മൾ വടക്കോട്ട് വന്നാൽ നമ്മുടെ സ്ലാങ് മാറും, തെക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ലാങ് മാറും. ഇങ്ങനെ സ്ലാങ്, നമ്മൾ ഡയലക്റ്റ് എന്ന് പറയും, ആക്സെൻ്റ് എന്നൊക്കെ പറയും, ഇതിങ്ങനെ മാറുന്നുണ്ട്. സോ അവിടെയുള്ള ഡയലക്റ്റ്, ഫ്രാൻസിൽ തന്നെ പല ഡയലക്റ്റിലും ഫ്രഞ്ച് പറയുന്നവരുണ്ടാവും. സോ അതൊന്നും കുഴപ്പമില്ല. ഡയലക്ട് ഡിസൈറബിൾ, പ്ലീസ് കം ടു ദ ഷോപ്പ്. നിങ്ങൾ ഷോപ്പിലേക്ക് വരിക, ജോലി ആവശ്യമുള്ളവർ ഷോപ്പിലേക്ക് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ജോലി അന്വേഷിക്കുന്ന ഒരാൾക്ക് നല്ലൊരു അവസരമാണിത്. ഐ റോട്ട് ഡൗൺ ദ അഡ്രസ് ആൻഡ് ടോൾഡ് എ ഫ്രഞ്ച് ഫ്രണ്ട് അബൌട്ട് ഇറ്റ് ഓൺ ഫോൺ അറ്റ് ദാറ്റ് ഈവനിങ്. അപ്പം ഞാൻ ഇതിൻ്റെ അഡ്രസ്സ് എഴുതിയെടുത്തിട്ട് ടോൾഡ് എ ഫ്രഞ്ച് ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രഞ്ച് സുഹൃത്തുണ്ട്, ഫ്രാൻസിലാണ് ഇവരുള്ളത്. അപ്പം അവർക്കൊരു ഫ്രഞ്ച് സുഹൃത്തിനെ പരിചയപ്പെട്ടിരുന്നു. എന്നിട്ട് അവരെ ഫോൺ ചെയ്തു വൈകിട്ട്. എന്നിട്ട് എന്താ പറയുന്നത്? അവർ ചോദിക്കുകയാണ്, ആർ യു നട്ട്സ്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നട്ട്സ് എന്ന് വെച്ചാൽ ഇവിടെ നിനക്ക് വിവേകമില്ലേ എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നത്. ആർ യു നട്ട്സ്? ഷി പ്രൊട്ടസ്റ്റഡ്. അവരിതിനെ എതിർത്തു. യു കുഡ് ഡു ബെറ്റർ ദാൻ ദാറ്റ്. നിനക്ക് അതിനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റും. നീ ഒരു സെയിൽസ് ഗേൾ ആയിട്ട് നിൽക്കേണ്ട ആളല്ല, നിനക്ക് അതിനേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഐ ഹാവ് ദ സെയിം ക്വാളിഫിക്കേഷൻ ആസ് യു. എനിക്കും നിനക്കും സെയിം ക്വാളിഫിക്കേഷൻസ് ആണുള്ളത്, നമ്മൾക്കൊക്കെ സെയിം ഡിഗ്രി ആണുള്ളത്. ആൻഡ് ഐ ആം ഫിനിഷിങ് മൈ ടീച്ചർ ട്രെയിനിങ്. ഞാനിപ്പോൾ എൻ്റെ ടീച്ചർ ട്രെയിനിങ്, അധ്യാപികയാകാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അധ്യാപകനാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ്, നമ്മുടെ നാട്ടിലെ BEd ഇല്ലേ, അതുപോലുള്ള കോഴ്സ് ഞാൻ തീർക്കാനായിട്ടുണ്ട്. യു വിൽ ബി ബോർഡ് സെല്ലിങ് ബ്രെഡ്സ് ആൻഡ് പേസ്ട്രീസ് ഓൾ ഡേ. നിനക്ക് ബ്രെഡ് വിറ്റും പേസ്ട്രീസ്, മധുര പലഹാരങ്ങൾ വിറ്റും അവസാനം ബോറടിക്കും. കാര്യം ഞാനും നീയും സെയിം ക്വാളിഫിക്കേഷനാണ്. നിനക്ക് അതായത് നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്. നീ ഒരു ബേക്കറിയിലെ സാധാരണ സെയിൽസ് ഗേൾ ആയിട്ട് നിൽക്കേണ്ടവളല്ല. നിനക്ക് ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും. നീ ബ്രെഡും അതുപോലെ തന്നെ മറ്റു പലഹാരങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് ബോറടിക്കും, നിനക്ക് നന്നായിട്ട് കരിയർ ഉണ്ടാവില്ല എന്ന് ഇവരുടെ സുഹൃത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഉപദേശിക്കുകയാണ്, അഡ്വൈസ് ചെയ്യണം. ഐഡ് ബി ഹാപ്പി ടു ഡു സംതിങ് എൽസ്. എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഭയങ്കര സന്തോഷമുണ്ടാവും. ഐ റിപ്ലൈഡ്. ഞാനും മറുപടി കൊടുത്തു. എനിക്ക് ശരിയാണ്, മറ്റുള്ളതൊക്കെ ചെയ്താൽ എനിക്ക് സന്തോഷമുണ്ടാവും. മൈ ക്വാളിഫിക്കേഷൻസ് മേ ബി ഫ്രഞ്ച് സ്വീറ്റി. എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഫ്രഞ്ച് ആയിരിക്കും പ്രിയപ്പെട്ടവളെ, സ്വീറ്റി പ്രിയപ്പെട്ടവളെ. ബട്ട് മൈ ബ്രെയിൻ ഇസൻറ്റ് റെക്കഗ്നൈസ് ആസ് സച്ച്. എന്നാൽ എൻ്റെ തലച്ചോറ് അത് പരിഗണിക്കുന്നില്ല. കാര്യം ഫ്രഞ്ച് സിറ്റിസൺ ആണെന്നുള്ള കാര്യം എനിക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ലല്ലോ. ആൻഡ് സോ ഇറ്റ് ഇസ് നോട്ട് അലൗഡ് ടു ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അത് പ്രവർത്തിക്കുന്നുമില്ല. ആൻഡ് ഇൻ ദ മീൻ ടൈം, എന്നാൽ ഈ ഒരു സമയം, അതേ സമയം ഐ ഹാവ് ടു ഈറ്റ്, എനിക്ക് ഭക്ഷണം കഴിക്കണം. അറ്റ്ലീസ്റ്റ് സെല്ലിങ് ബ്രെഡ് ഐ വോണ്ട് സ്റ്റാർവ്. ബ്രെഡ് വിറ്റിട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ എന്താവില്ല, വിശന്ന് പട്ടിണി കിടക്കില്ല. സ്റ്റാർവ് എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുക എന്നാണ്. അപ്പം ഗതികേട് കൊണ്ടാണ് ഞാൻ ബ്രെഡ് വിൽക്കാമെന്നത്. എനിക്ക് ഫ്രഞ്ച് അറിയാം, പക്ഷേ എൻ്റെ തലച്ചോറിന് അത് മനസ്സിലാവില്ല. കാര്യം ഞാൻ ഫ്രഞ്ചുകാരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് പട്ടിണി മാറ്റാനെങ്കിലും ഞാൻ ബ്രെഡ് വിറ്റോട്ടെ. ബട്ട് ദിസ് ഇസ് റിഡിക്കുലസ്. ഇത് പരിഹാസ്യമാണ്, അപഹാസ്യമാണ്, നാണക്കേടാണ്. ഷീ സെഡ്, അവൾ പറഞ്ഞു, ഐ എം ഷുവർ യു ക്യാൻ ഫൈൻഡ് സംതിങ് എൽസ്. എനിക്ക് ഉറപ്പാണ് നിനക്ക് ഇതിനേക്കാൾ നല്ല വേറെ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. അവരെ മോട്ടിവേറ്റ് ചെയ്യാണ് സുഹൃത്ത്. എന്നിട്ടോ, ഐ ഹേർഡ് സച്ച് കമൻറ്റ്സ് 100 times. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ് ഒരു 100 തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. സ്വാഭാവികം. നല്ല കഴിവുള്ള ആളുകളോട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിനക്ക് നല്ല കഴിവുണ്ട്, നല്ല ഭാവിയുണ്ട്, നീ ചുമ്മാ ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്ത് നിൻ്റെ സമയം കളയണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഴ്സൊന്നും പഠിച്ച സമയം കളയണ്ട, നീ ഒന്ന് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിയില്ല അവരുടെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്ന്. മൈ ഫ്രഞ്ച് ഫ്രണ്ട്
ഫ്രണ്ട്സ് ഹാഡ് നോ അവെയർനെസ് ഓഫ് വാട്ട് ലൈഫ് ഹിയർ വാസ് ലൈക്ക് ഫോർ മീ. എന്നാൽ എൻ്റെ ഫ്രഞ്ച് സുഹൃത്തുക്കൾക്ക് യാതൊരുവിധ അറിവുമില്ല ഓഫ് വാട്ട് ലൈഫ് ഹിയർ വാസ് ലൈക്ക് ഫോർ മീ. എനിക്ക് ഇവിടെ എന്ത് ലൈഫാണ്, എൻ്റെ ജീവിതം ഇവിടെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി എൻ്റെ ഫ്രഞ്ച് സുഹൃത്തുക്കൾക്ക് യാതൊരു ധാരണയുമില്ല, അവെയർനെസ്, ഒരു ബോധവുമില്ല. കാര്യം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണ്. അവർക്ക് നോക്കുമ്പോൾ ഞാൻ കഴിവുള്ളൊരു സ്ത്രീയാണ്, പക്ഷേ കഴിവ് കൊണ്ട് മാത്രം പോരല്ല, പല സ്ഥലങ്ങളിലും അവഗണനകളാണ് ഇവർ നേരിടുന്നത്. നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേന്ന്, ഐ വെൻറ്റ് ടു ദ ബേക്കറി, ഞാൻ ബേക്കറിയിലോട്ട് ചെന്നു. അപ്പാർട്ട് ഫ്രം ചോക്ലേറ്റ് കേക്ക്സ് എവറിത്തിങ് വാസ് വൈറ്റ്. ഒരു പരിഹാസമാട്ടോ ഇവിടെ കാണുന്നത്. അവിടെ ചോക്ലേറ്റ് കേക്ക് ഒഴികെ ബാക്കിയെല്ലാം വെള്ള നിറമായിരുന്നു. കറുപ്പിനോട് അവിടെയുള്ള ആളുകൾക്ക് താല്പര്യമില്ല. ചോക്ലേറ്റും വൈറ്റ് കളറായിരുന്നെങ്കിൽ അതും വെള്ള നിറത്തിൽ വെച്ചേനെ. ചോക്ലേറ്റ് കറുത്തു പോയത് കൊണ്ട് മാത്രമാണ് ചോക്ലേറ്റ് കേക്ക് ഇപ്പോഴും അവിടെ കറുത്തു നിൽക്കുന്നത്. അല്ലാതെ ആ കടയുടെ പെയിൻറ്റ് വെള്ളയായിരിക്കും, അവിടെ വയ്ക്കുന്ന പ്ലേറ്റ്, ഗ്ലാസ്, ടംബ്ലർ എല്ലാം വെള്ളയായിരിക്കും, അവിടെയുള്ള യൂണിഫോം വെള്ളയായിരിക്കും, സ്റ്റാഫ് ഒക്കെ വെള്ളയായിരിക്കും. കാര്യം അവർ ആ രീതിയിലാണ് വർണ്ണവിവേചനം കാണിക്കുന്നത്. The boss welcomed me with a German mustache. ഒരു ജർമ്മൻ മുസ്താഷ്, നല്ല ഗംഭീര ജർമ്മൻ മുസ്താഷ്. നമ്മുടെ ഹിറ്റ്ലറിൻ്റെ കുഞ്ഞു മീശയല്ല കേട്ടോ, വലിയ കൊപ്പട മീശയൊക്കെ വെച്ചിട്ട് അവിടുത്തെ ബോസ്, ഉദ്യോഗം നൽകുന്ന ആൾ വിളിച്ചു. An Alsace accent and a hat in the colors of French flag. അയാൾ ഒരു Alsace accent കണ്ടോ, a specific way of speaking from Alsace region, a border area between France and Germany. നമ്മുടെ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഇടയിലായിട്ടുള്ള ഫ്രഞ്ച് ജർമ്മൻ ബോർഡറിൻ്റെ അവിടെ ആൽസൈസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിലുള്ള ഫ്രഞ്ച് ആക്സെൻറ്റ് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ കേരളത്തിൽ വടക്കോട്ട് വന്ന വടക്കൻ മലബാറിൽ സംസാരിക്കുന്ന മലയാളം വേറെയാണ്, തെക്കൻ കേരളത്തിൽ സംസാരിക്കുന്ന മലയാളം വേറെയാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അത് റീജിയൻ അനുസരിച്ച് മാറിയിരിക്കും. അതുപോലെ അങ്ങനെയുള്ള ഒരു ആക്സെൻറ്റ്, അതിനെയാണ് ആൽസൈസ് ആക്സെൻറ്റ് എന്ന് പറയുന്നത്. അത് ഈ ജർമ്മനിയുടെയും ഫ്രഞ്ചിൻ്റെയും നോർത്തേൺ ബോർഡറിലായിട്ടാണ് വരുന്നത്. എന്നിട്ടോ അയാളുടെ തൊപ്പിയുടെ നിറം ഫ്രഞ്ച് ഫ്ലാഗാണ് കേട്ടോ. കണ്ടോ, ഫ്രഞ്ച് ഫ്ലാഗ്. നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുമ്പോൾ കാണിക്കുന്ന കളറില്ലേ, ആ ഡാർക്ക് ബ്ലൂ, വൈറ്റ്, പിന്നെ റെഡ്. എന്നിട്ടോ ഫ്രം ദ വേ ഹി സ്റ്റേർഡ് അറ്റ് മീ, അയാൾ എന്നെ തുറിച്ചു നോക്കിയപ്പോൾ മുതൽ തന്നെ ഐ ന്യൂ ഐ ഹാഡ് മെയ്ഡ് ഇറ്റ് ത്രൂ ദ ക്വാളിഫയിങ് റൗണ്ട്. അയാൾ തുറിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യ റൗണ്ട് പോലും, ക്വാളിഫയിങ് റൗണ്ട് പോലും കടന്നിട്ടില്ല. അപ്പം ഒരു ജോലിക്ക് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. അപ്പം ഒരാളുടെ ലുക്കും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ക്വാളിഫയിങ് റൗണ്ട് ജയിക്കാനുള്ള ഒരു ഉപാധിയാണ്. ആ റൗണ്ടിൽ തന്നെ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നിവർക്ക് മനസ്സിലായി. ദിസ് മാൻ ഡിഡ്ന്റ് ലൈക്ക് ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്. ഈ മനുഷ്യന് ഈ മാംസ രൂപത്തിലുള്ള ചോക്ലേറ്റ് ഇഷ്ടമല്ല. അതായത് മനുഷ്യന് ആ ചോക്ലേറ്റിൻ്റെ കളറുള്ള ആ ഒരു സ്കിന്നിനൊന്നും ഇയാൾക്ക് ഇഷ്ടമില്ല. നമുക്ക് ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ താല്പര്യമുള്ളൂ എന്ന് അയാളുടെ ഭാവത്തിൽ നിന്ന് മനസ്സിലായി. ഒരു ചോക്ലേറ്റ് നിറത്തിലുള്ള ആളുകളെയൊന്നും ഇയാൾക്ക് താല്പര്യമില്ല. ഐ ഫോഴ്സ്ഡ് മൈ സെൽഫ് ടു സ്മൈൽ. ഞാൻ എന്നെ തന്നെ നിർബന്ധിപ്പിച്ച് ചിരിച്ചു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഹലോ സർ, ഐ ഹാവ് കം ഫോർ ദ ജോബ് യു അഡ്വർടൈസ്. ഹലോ സാർ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പരസ്യം ചെയ്ത ജോലിക്ക് വേണ്ടിയാണ്. ഹി ഷുക്ക് ഹിസ് ഹെഡ് ആൻഡ് സെഡ്, അയാൾ തല ഇങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു, ഓ സ്പീക്ക് എ ലിറ്റിൽ ആൽസേഷ്യൻ ടു യു. നിങ്ങൾക്ക് ആൽസേഷ്യൻ ഡയലക്റ്റ് അറിയാമോ? അതിൽ സംസാരിക്കൂ. ഡു യു? ആദ്യം പറഞ്ഞു ഡയലക്റ്റ് ഡിസൈറബിൾ എന്ന്. ഏത് ഡയലക്റ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പം ചോദിക്കാണ് നിങ്ങൾക്ക് ആൽസേഷ്യൻ ഡയലക്റ്റിൽ സംസാരിക്കാൻ പറ്റുമോയെന്ന്. ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് ദ ആഡ് ഹാഡ് സെഡ്. സത്യമായിട്ടുള്ള കാര്യമാണ്. ആഡിൽ പറഞ്ഞിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റിൽ, പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡയലക്റ്റ് ഡിസൈറബിൾ, ഡയലക്റ്റ് ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഹാഡ് കം വിത്ത് മൈൻ, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ആക്സെൻറ്റുമായിട്ടാണ്, റാദർ ദാൻ ഹിസ്, അയാളുടെ ആക്സെൻ്റ് ആയിട്ടല്ല. അപ്പം അയാളുടെ ആക്സെൻറ്റ് ആൽസേഷനാണ്, എൻ്റെ ആക്സെൻറ്റ് വേറെയാണ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ആക്സെൻറ്റും അയാൾ ഉദ്ദേശിക്കുന്നത് ആൽസേഷൻ ആക്സെൻറ്റുമാണ്. Now he was asking me to connect with his clients in Alsatian. ഇപ്പോൾ അയാൾ ആവശ്യപ്പെടുന്നത് അയാളുടെ ക്ലയൻറ്റുമായിട്ട്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ ആൽസേഷ്യൻ ആക്സെൻറ്റിൽ സംസാരിക്കണം എന്നൊരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. സോ ഐ ഗേവ് ഹിം റിപ്ലൈ ഹി വാസ് എക്സ്പെക്റ്റിംഗ് ആൻഡ് ഹോപ്പിംഗ് ഫോർ. എന്നിട്ട് ഞാൻ അയാൾക്ക് ഒരു മറുപടി നൽകുന്നു. ദാറ്റ് ഹി വാസ് എക്സ്പെക്റ്റിംഗ്, അയാൾ പ്രതീക്ഷിക്കുന്നതും അയാൾ കാത്തിരിക്കുന്നതും, അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും കാത്തിരിക്കുന്നതും അയാൾക്ക് കിട്ടണം. അതായത് അറിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷം, അല്ലേ? നമ്മളൊരാളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പരാജയപ്പെട്ട് കാണണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. ഇവിടെയും ഈ സ്ത്രീ പരാജയപ്പെടണം. ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കതൊരു നേട്ടമാണ്. ഐ കുഡ് സി ദ നോ സർ. അവർ മറുപടി കൊടുത്തു, അറിയില്ല സാർ, എനിക്ക് ആൽസേഷൻ ആക്സെൻ്റ് അറിയില്ല.
I could see the refusal in his muddy colored eyes. അയാളുടെ ചെളി നിറമുള്ള, അതായത് ഒരു മണ്ണിൻ്റെ നിറമുള്ള, തവിട്ട് നിറമുള്ള കണ്ണുകളിൽ എനിക്ക് അയാളുടെ റിഫ്യൂസൽ കാണാമായിരുന്നു. ചിലപ്പം അയാൾ കണ്ണിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവും ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. As if both to justify that refusal and humiliate me, എന്നെ അപമാനിക്കാനും, ഹ്യൂമിലിയേറ്റ് എന്ന് വെച്ചാൽ അപമാനിക്കാനും, അതുപോലെ തന്നെ റെഫ്യൂസൽ ജസ്റ്റിഫൈ ചെയ്യാനും, എന്നെ നിരസിച്ചു എന്നുള്ള കാര്യം നിരാകരിക്കാനും, എന്നെ നിരസിച്ചു എന്നുള്ള കാര്യം നീതീകരിക്കാനും കൂടി വേണ്ടി, ആസ് എഫ് എന്ന പോലെ ഹി സെഡ്, ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒന്ന് എന്നെ അപമാനിക്കണം, രണ്ട് അയാൾ എന്തുകൊണ്ടാണ് എന്നെ പുറത്താക്കുന്നത് എന്നുള്ളതായിട്ട് ന്യായീകരിക്കണം. ഇതിനും രണ്ടിനും ഒരേ വാദം എന്ന പോലെ അയാൾ പറഞ്ഞു, why don't you go and work in your own country? എന്തുകൊണ്ട് നിനക്ക് നിൻ്റെ നാട്ടിൽ പോയി ജോലി ചെയ്തുകൂടാ? അപ്പോൾ ഒന്ന് രണ്ട് രീതിയിലും കണ്ടോക്കിയേ. ഒന്ന്, ആൽസേഷൻ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയി ജോലി ചെയ്തോളൂ. രണ്ടാമത്തെ രീതിയിലും ചിന്തിച്ച് നിനക്ക് പിന്നെ നിൻ്റെ നാട്ടിൽ പോയി ജോലി ചെയ്താൽ പോരെ, ഇവിടെ വരണോ എന്നുള്ള കാര്യം. രണ്ടും ഒരു വെടിയിൽ അയാൾ ഒതുക്കി. എന്നിട്ടോ internally I let loose. എനിക്ക് ആകെ ഉള്ളിൽ പിടിവിട്ടു പോയിരുന്നു. You ought to be asking me why I even want a stinking job. Goodbye sir. എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു, I ought to be asked why I even want a stinking. എനിക്ക് നിൻ്റെ ജോലി, ഈ സ്റ്റിങ്കിങ് ജോബ് വെച്ചാൽ നാറിയ ജോലി, നാറ്റമുള്ള ജോലി, വൃത്തികെട്ട ജോലി എന്തിന് വേണമെന്നുള്ള ചോദ്യം, നിൻ്റെ ഈ വൃത്തികെട്ട ജോലി എനിക്ക് എന്തിന് വേണം എന്നുള്ള കാര്യം എൻ്റെ ഉള്ളിലേക്ക് തികട്ടി വന്നു. ഗുഡ് ബൈ സർ. എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പോകണമെന്നായിരുന്നു. You have impoverished our African soil by making us grow sugar cane and peanuts. എന്നിട്ട് ഇവർ കുറച്ച് ചരിത്രം പറയാണ്. അപ്പം പണ്ട് ഈ ആഫ്രിക്കയെ ഒരുപാട്, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനെ ഒരുപാട് യൂറോപ്യൻ ശക്തികൾ കോളനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ ആളുകളുടെ മെയിൻ പരിപാടി മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് കോളനികൾ ഉണ്ടാക്കുക, അവിടുത്തെ റിസോഴ്സുകൾ അടിച്ചു മാറ്റുക. ആഫ്രിക്ക റിച്ച് ഇൻ റിസോഴ്സുകളാണ്. അവിടെ ഖനികളുണ്ട്, അതുപോലെ തന്നെ നല്ല വനസമ്പത്തുണ്ട്, അങ്ങനെ പല രീതിയിൽ ദേ ആർ വെരി റിച്ച്. സോ ഈ പറയുന്ന യൂറോപ്പിൽ ഈ സാധനമൊന്നുമില്ല. സോ യൂറോപ്പിന് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. സോ വാട്ട് ദേ ഡിഡ് വാസ് ദേ കെയിം ടു ആഫ്രിക്ക ആൻഡ് ദേ ലൂട്ടഡ് ഓൾ ദ റിസോഴ്സസ് ഫ്രം ദെയർ. അതുകൊണ്ട് തന്നെ ഈ ആഫ്രിക്കക്കാർക്ക് ഇവരോട് ദേഷ്യമാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, നിങ്ങളാണ് ഞങ്ങളെ ഇംപവറിഷ്ഡ്, ഞങ്ങളെ ദരിദ്രരാക്കിയത്, അവർ ആഫ്രിക്കൻ സോയിൽ, ഞങ്ങളുടെ ആഫ്രിക്കൻ മണ്ണ്, ബൈ മേക്കിംഗ് അസ് ഗ്രോ ഷുഗർ കെയിൻ ആൻഡ് പീനട്ട്സ് ഫോർ യുവർ പീപ്പിൾ. നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഷുഗർ കെയിൻ, കരിമ്പും അതുപോലെ പീനട്ട്സ്, ഈ പയറുവർഗ്ഗങ്ങളും എല്ലാം കൃഷി ചെയ്യിപ്പിച്ച്, ഞങ്ങളുടെ മണ്ണ് ഫലഭൂഷ്ടമായ മണ്ണായിരുന്നു, അവിടെ ഞങ്ങൾക്ക് വേറെയും പല കൃഷികളായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്, ഞങ്ങളുടെ വനങ്ങൾ വളരെ സമ്പുഷ്ടമായിരുന്നു, നിങ്ങൾ ആ കാടെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ ഷുഗർ കെയിൻ പീനട്ട്സ് എന്ത് ചെയ്തു, ഗ്രോ ചെയ്ത് വളർത്തി, ഫോർ യുവർ പീപ്പിൾ നോട്ട് ഫോർ ആർ ഗുഡ്, നിങ്ങളുടെ ആളുകളുടെ നല്ലതിന് വേണ്ടി ചെയ്തു. യു ഹാവ് പ്ലണ്ടർഡ് അവർ റിസോഴ്സസ്, നിങ്ങൾ ഞങ്ങളുടെ റിസോഴ്സുകൾ പ്ലണ്ടർ ചെയ്തു, കൊള്ളയടിച്ചു കഴിഞ്ഞു. ടു എൻറിച്ച് യുവർ കൺട്രി അറ്റ് യുവർ എക്സ്പെൻസ്, നിങ്ങളുടെ at our expense, to enrich your country, നിങ്ങളുടെ രാജ്യത്തെ സമ്പത്ത് കൂട്ടാൻ വേണ്ടി, നിങ്ങളുടെ രാജ്യത്തെ സമ്പന്നമാക്കാൻ വേണ്ടി, at our expense, ഞങ്ങളുടെ ചിലവിൽ നിങ്ങൾ ഞങ്ങളെ കൊള്ളയടിച്ചു, ഞങ്ങളുടെ ആളുകളെ കൊണ്ട് തന്നെ ഞങ്ങളെ മണ്ണിനെ കൊള്ളയടിപ്പിച്ച് നിങ്ങൾ ആ പണവും കൊണ്ടു യു ലെഫ്റ്റ്, നിങ്ങൾ ഈ നാട് വിട്ടുപോയി എന്നുള്ള കാര്യം കുറച്ച് ചരിത്രം കൂടെ ആ പ്രതിഷേധത്തിൽ ഇവർ ചേർക്കുകയാണ്. ആൻഡ് ടു ടോപ്പ് ഇറ്റ് ഓൾ ഓഫ്, എല്ലാം അതിൻ്റെ എല്ലാം മുകളിലായിട്ട്, യു ഹാവ് യൂസ്ഡ് മൈ പീപ്പിൾ ആസ് കനൻ ഫോഡർ ഇൻ യുവർ വാർ, നിങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങളുടെ ആളുകളെയാണ് പീരങ്കിയുടെ ഇരയായിട്ട് ഇട്ടുകൊടുത്തത്, അല്ലെങ്കിൽ പീരങ്കി തീറ്റയായിട്ട്. അതായത് യുദ്ധത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ആരാലും ചോദിക്കാത്ത, ആരുമില്ലാത്ത ഈ പാവം ആഫ്രിക്കക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകും യുദ്ധത്തിന്. എന്നാൽ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ, മരിച്ചത് ഏതോ ആഫ്രിക്കക്കാരനല്ലേ, നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലല്ലോ, അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പീരങ്കി തീറ്റ എന്ന് പറയുന്നത്. പീരങ്കികൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുത്തു. പീരങ്കികൾ കൊന്നോട്ടെ ഞങ്ങളുടെ ആളുകൾ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അല്ലേ? ആഫ്രിക്കക്കാരനായാലും യൂറോപ്പുകാരനായാലും ഓസ്ട്രേലിയക്കാരനായാലും ഏഷ്യക്കാരനാണെങ്കിലും എല്ലാം തന്നെ they all are humans, അവരെല്ലാം മനുഷ്യരാണ്. ഒരു മനുഷ്യനുണ്ടാവേണ്ട എല്ലാ അവകാശങ്ങളുമുള്ള ആളുകൾ തന്നെയാണ്. കുറച്ച് ആളുകൾക്ക് പവർ ഉണ്ടെന്ന് കരുതി മറ്റുള്ള ആളുകളെ എല്ലാം ഇങ്ങനെ കൊല്ലാനും അതുപോലെ തന്നെ അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കാനും പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ഈ സ്ത്രീയുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയി. എന്നിട്ടോ a war in which you made them kill in name of your freedom and you refused them in their own African soil. നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് അവരെല്ലാം കൊന്നുകളഞ്ഞു. and you refused them in their own African soil. എന്നിട്ട് അവരുടെ ആഫ്രിക്കൻ മണ്ണിൽ നിങ്ങൾ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മറ്റുള്ളവരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഞങ്ങളെ ആളുകളെ കൊന്നു. എന്നിട്ട് അതേ ഈ ആളുകളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ഇല്ലാതാക്കി.
ആഫ്രിക്കക്കാരെ അങ്ങനെയാണ് ഇവർ വളരെ ഇൽ ട്രീറ്റ് ചെയ്തിരുന്നത്. സ്റ്റിൽ വിതൗട്ട് വർക്ക് 3 days later, 3 ദിവസത്തിന് ശേഷം അപ്പോഴും ജോലിയില്ലാതെ തുടർന്നപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ത്രൂ ദ ഫ്രീ പേപ്പർ അഗൈൻ. ഞാൻ വീണ്ടും പത്രങ്ങളിലൂടെ കണ്ണോടിച്ചു. A new ad caught my eye. ഒരു പുതിയ പരസ്യം എൻ്റെ കണ്ണിലുടക്കി. ട്യൂട്ടർ റിക്വയർഡ് ഫോർ ഫ്രഞ്ച് ലെസൺസ്. ഫ്രഞ്ച് ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കാൻ അധ്യാപികയെ വേണം. ട്യൂട്ടർ അധ്യാപകർ, ട്യൂട്ടർ അധ്യാപകർ. ഡിഗ്രി എസെൻഷ്യൽ, ഡിഗ്രി നിർബന്ധമാണ്. കോൾ ആഫ്റ്റർ 7 PM, 7 മണിക്ക് ശേഷം വിളിക്കുക. I looked down the number. ഞാൻ ആ നമ്പർ നോക്കി. But this time didn't mention it to my friend. ഞാൻ ഇക്കാര്യം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞില്ല. എൻ്റെ എല്ലാ കാര്യം ഉണ്ടെങ്കിലും ആദ്യം വിളിച്ച് പറയുക സുഹൃത്തിനോടാണ്. പക്ഷേ ഈ ഒരു ഘട്ടം വന്ന സമയത്ത് I didn't mention it to my friend. ഞാൻ അതെൻ്റെ സുഹൃത്തിനോട് പറഞ്ഞില്ല. She would have asked me how it had gone at the bakery. അപ്പോൾ ഞാനെങ്ങാനും അവളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞാൽ അവൾ എന്നോട് ചോദിക്കും, അല്ല ബേക്കറിയിലെ കാര്യം എന്തായി, ബേക്കറിയിൽ എന്താ സംഭവിച്ചത്, അറിയില്ലല്ലോ, ഈ സ്ത്രീക്ക് അറിയില്ലല്ലോ, ജോലി കിട്ടിയല്ലോ അല്ല കാര്യം, അപ്പം ബേക്കറിയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. ആൻഡ് വുഡൻ ഹാവ് ബിലീവ്ഡ് വാട്ട് ഐ ടോൾഡ് ഹെർ. പിന്നെ ഞാനിത് പറഞ്ഞാലും അവളത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും അവളത് വിശ്വസിക്കില്ല. അറ്റ് 7:10 PM, കൃത്യം വൈകിട്ട് 7:10 മണിക്ക് ഐ റാങ് ദ നമ്പർ. ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചു. ദ വുമൻ ആൻസർഡ്. അവിടെ മറുതലയ്ക്കൽ ഒരു സ്ത്രീയാണ് എനിക്ക് മറുപടി നല്ലത്. She told me she was a cashier at one of the big Strasbourg supermarkets. സ്ട്രാസ്ബർഗിലെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലെ കാഷ്യർ ആയിട്ടാണ് ആ സ്ത്രീ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. She was looking for someone. അവരാരെ നോക്കുന്നുണ്ട്. To tutor her 11-year-old daughter. അവരുടെ 11 വയസ്സായ മോൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി, 11 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഒരാളെ നോക്കുന്നുണ്ട്. She suggested meeting the following afternoon. പിറ്റേന്ന് ആഫ്റ്റർനൂൺ ഞാനുമായിട്ടൊരു അഭിമുഖത്തിന്, ഒരു മീറ്റിങ്ങിന് അവർ തീരുമാനിച്ചു. ഇൻ എ സിറ്റി സെൻട്രൽ കഫേ. എവിടുന്നാ മീറ്റിംഗ് അറിയോ? സിറ്റി സെൻറ്ററിൽ ഒരു കഫേയിൽ വെച്ച്, ഒരു ചായക്കടയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് അവർ ഉറപ്പിച്ചു. സോ ഇവിടെ എസെൻഷ്യൽ നിർബന്ധം, ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ അവിശ്വാസം. ഓക്കെ. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ കഫേ ഇറ്റ് വാസ് പാക്ഡ്. ഞാൻ കഫേയിലെത്തിയ സമയത്ത്, ചായ കുടിക്കുന്ന കഫേയിലെത്തിയ സമയത്ത് അത് വളരെയധികം തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് പാക്ഡ്, നിറഞ്ഞിരിക്കായിരുന്നു, ആളുകൾ അത്രയധികം ഉണ്ടായിരുന്നു. But madam had told me she would be wearing a white jersey with blue strips. നീല സ്ട്രിപ്പുകളുള്ള, വരകളുള്ള ഒരു വൈറ്റ് ജേഴ്സി ആയിരിക്കും താൻ ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂചന ലഭിച്ചിട്ട്, സാധനം കയ്യിലുണ്ടോ, സാധനം കയ്യിലുണ്ട് എന്ന് പറയുന്നില്ലേ, ആ ഒരു കണക്ക് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഇവർ പറയാണ്, നിങ്ങൾ എന്തായാലും വന്നോളൂ, വളരെ തിരക്കുണ്ടെങ്കിലും ഞാനൊരു നീല വരകളുള്ള ഒരു ബ്ലൂ ജേഴ്സി ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. ഐ സ്പോട്ടഡ് ഹെർ ഇമ്മീഡിയറ്റ്ലി. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവളെ തിരിച്ചറിഞ്ഞു, കണ്ടെത്തി. ഐ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഞാൻ എന്നെ തന്നെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഷോഡ് ഹെർ എ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ ദാറ്റ് ഹാഡ് ബീൻ ലൈങ് ഡോർമാറ്റ് ഇൻ ദ ഫോൾഡർ. അതെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടു. ഐ ഷോഡ് ഹെർ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ, എൻ്റെ തലച്ചോറിൻ്റെ ഒരു കഷ്ണം, ദാറ്റ് ഹാഡ് ബീൻ ലൈങ് ഡോർമാറ്റ് ഇൻ ദ ഫോൾഡർ. ഒരു ഫോൾഡറിനകത്ത് നിഷ്ക്രിയമായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന എൻ്റെ തലച്ചോറിൻ്റെ ഒരു കഷ്ണം എടുത്ത് അവർക്ക് കാണിച്ചു. ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിനെയാണ് തലച്ചോറിൻ്റെ ഒരു കഷ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്നും ചെയ്യാതെ നിഷ്ക്രിയമായിട്ട് ആ സർട്ടിഫിക്കറ്റ് ആ ഫയലിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ഒരാൾക്ക് ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും പഠിക്കണം. അയാൾ പഠിച്ച് അയാളുടെ തലച്ചോറ് ഉപയോഗിച്ച് പഠിച്ച് പാസ്സായിട്ടാണ് അയാൾക്ക് ഡിഗ്രി കിട്ടുന്നത്. സോ അതിനെയാണ് ഇവിടെ പറയുന്നത്, എൻ്റെ തലച്ചോറിൻ്റെ ഒരു കഷ്ണം, അതായത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിഷ്ക്രിയമായിട്ട് ഒന്നും ചെയ്യാനില്ലാതെ അതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ദ ഫേമസ് ഡിഗ്രി, അതായിരുന്നു ഉദ്ദേശിച്ചത്. Then the waiter approached in a friendly way and asked. വെയിറ്റർ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, സൗഹാർദ്ദപരമായിട്ട്, ഓർഡർ എടുക്കാൻ വരുന്ന ആൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി വന്നിട്ട് ചോദിച്ചു, ആൻഡ് ഫോർ യു മാഡം, നിങ്ങൾക്ക് എന്താണ്? ഐ ഓർഡർഡ് സം കൈൻഡ് ഓഫ് മോക്ടെയിൽ. ഞാൻ ഒരു മോക്ടെയിലാണ്, മദ്യം ചേർക്കാത്ത ഒരു പാനീയമാണ് ആവശ്യപ്പെട്ടത്. തിങ്കിങ് ദാറ്റ്സ് ഫണ്ണി. എന്നിട്ട് ഞാൻ തന്നെ ആലോചിച്ച് ചിരിച്ചു. വെൻ ദേ വാണ്ട് ടു സെൽ സംതിങ്, അവർക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ കാശ് കിട്ടുന്ന പരിപാടിയാണ്. വിൽക്കാനുണ്ടെങ്കിൽ പ്രിഫറൻസ് നാഷണൽ ഈസ് നോവെയർ ടു ബി സെൻസ്. പ്രിഫറൻസ് നാഷണൽ, തദ്ദേശീയവൽക്കരണം, അല്ലെ തദ്ദേശീയർക്ക് മുൻഗണന എന്നുള്ള കാര്യം ഞാൻ എവിടെയും കാണുന്നില്ല. കാശ് ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിക്ക് തദ്ദേശീയർക്ക് മുൻഗണന, ആ നാട്ടുകാർക്കുള്ള മുൻഗണന എന്നൊന്നുമില്ല. ഇപ്പോൾ കുറേ വെള്ളവർഗ്ഗക്കാരും കറുത്തവർഗ്ഗക്കാരും ഇരിക്കുകയാണെങ്കിൽ ആദ്യം വന്നത് കറുത്തവർഗ്ഗക്കാരാണെങ്കിൽ ഇവർ ഉറപ്പായിട്ടും കറുത്തവർഗ്ഗക്കാരുടെ അടുത്ത് നിന്ന് ഓർഡർ എടുക്കും. കാര്യം എന്താ, അവിടെ പ്രിഫറൻസ് നാഷണലി ഒന്നുമില്ല, കാശ് ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിയാണ്. അതാലോചിച്ച് ഇവർ ചിരിച്ചു. ദ വെയിറ്റർ ബ്രോട്ട് മൈ ഗ്ലാസ്. വെയിറ്റർ ഉടനെ തന്നെ എൻ്റെ ഗ്ലാസ്സുമായി വന്ന് എനിക്ക് കുടിക്കാനുള്ളത്.
ദ വുമൻ ഓപ്പോസിറ്റ് മീ എക്സാമിൻഡ് എ പീസ് ഓഫ് പേപ്പർ. അപ്പം മോക്ടെയിൽ കുടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇവരെൻ്റെ പേപ്പറും എൻ്റെ ഡിഗ്രി എല്ലാം നോക്കി ദെൻ ഗേവ് ഇറ്റ് ബാക്ക് ടു മീ സെയിങ്, എനിക്കത് തിരിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ വാണ്ട് എ യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ. എനിക്ക് വേണ്ടത് ഒരു യൂറോപ്യൻ രീതിയിലുള്ള ഒരാളെയാണ്. അപ്പോൾ യൂറോപ്പുകാരുടെ പ്രത്യേകത എന്താ? അവർ കുറച്ച് ഫെയർ സ്കിൻഡ് ആയിരിക്കും. അവരുടെ രീതി പെരുമാറ്റം മറ്റുള്ളവരേക്കാൾ അടിപൊളിയാണെന്ന് സ്വയം കരുതുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് യൂറോപ്യൻ കാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലിഫ്റ്റിംഗ് ഹെർ ചിൻ ഇൻ ദ എയർ. അവർ തലയൊന്ന് പൊക്കിയിട്ട് പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, എനിക്ക് വേണ്ടത് ഒരു യൂറോപ്യൻ സ്റ്റൈലാളെയാണ്. എന്നിട്ട് തല ഉയർത്തി, ഐ ഡോണ്ട് വോണ്ട് എനി വൺ മെസ്സിങ് അപ്പ് മൈ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം കുഴപ്പത്തിലാക്കുന്ന ആരുമായിട്ട് തന്നെ എനിക്ക് ബന്ധം വേണ്ട. എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം മോശമാക്കുന്ന തരത്തിൽ യാതൊരു കാര്യവും ഞാൻ ചെയ്യില്ല. എനിക്ക് എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം മോശമാക്കാൻ, കുഴപ്പത്തിലാക്കാൻ താല്പര്യമില്ല. മാഡം ഇസ് ഫ്രഞ്ച്. ഈ മാഡം ആക്ച്വലി ഫ്രഞ്ച് വനിതയാണ്. ട്രൂ, ശരിയാണ്. ബട്ട് ഹാസൻറ്റ് ഈവൻ പാസ്ഡ് ഹെർ ഡിഗ്രി. ഫ്രഞ്ച് വനിതയാണെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഈ ചേച്ചി ഡിഗ്രി പോലും പാസ്സായിട്ടില്ല. ആൻഡ് സീംസ് ടു തിങ്ക് ഷീ കുഡ് നോട്ട് ട്യൂട്ടർ ഹെർ ഡോട്ടർ ഹെർസെൽഫ്. തൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ തന്നെ കൊണ്ട് പോലും പറ്റില്ല എന്നുള്ള കാര്യം ഈ ചേച്ചിക്ക് അറിയാം, ഈ ഫ്രഞ്ച് വനിതയ്ക്ക് അറിയാം. അതായത് ഇവർക്ക് ഡിഗ്രി ഇല്ല, സ്വന്തം കുട്ടിയെ പോലും പഠിപ്പിക്കാനുള്ള കഴിവുമില്ല. അതായത് ആകെ പരിഗണിച്ച് നോക്കുന്ന സമയത്ത് എത്രയോ താഴെയാണ് ഇവരുടെ ഭൗതിക നിലവാരം. ഷീ ഈസ് റെഫ്യൂസിങ് മീ വർക്ക് ഓൺ അക്കൗണ്ട് ഓഫ് ബ്ലാക്ക് ലിപ്സ്. അവരാണ് എൻ്റെ ചുണ്ടുകൾ കറുത്തതാണ് എന്ന കാരണത്താൽ എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്നത്. അപ്പം ഞാൻ ഇവരെക്കാളും എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് ഇവരെക്കാൾ വിദ്യാഭ്യാസമുണ്ട്, കഴിവുമുണ്ട്. അവർ എൻ്റെ നിറത്തിൻ്റെ പേരിലാണ് പറയുന്നത് എൻ്റെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. വിച്ച് ക്യാൻ ഡ്രോൺ ദ നൈസിറ്റീസ് ഓഫ് ഫ്രഞ്ച് ഗ്രാമർ ബെറ്റർ ദാൻ ഹേഴ്സ്. എൻ്റെ ചുണ്ടുകൾക്ക് അവരെക്കാൾ നന്നായിട്ട് ഫ്രഞ്ച് ഗ്രാമറുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. മലയാളമാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യാകരണം പഠിക്കാനുണ്ട്. നമ്മൾ മലയാളികളാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ വേറെ ഒരു കാര്യം ആലോചിക്കും, പോലെ തമിഴ്നാട്ടിൽ നിന്ന് ആൾ വന്നിട്ട് അവർ വ്യാകരണമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ നമ്മളെക്കാൾ നന്നായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? നമുക്ക് പോലും അറിയാത്തൊരു കാര്യം. പക്ഷേ ഇവിടെ നോക്കൂ, അവർക്കോ ഫ്രഞ്ചിൻ്റെ ഗ്രാമർ അറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ ചുണ്ടുകൾക്ക് ഫ്രഞ്ച് ഗ്രാമർ നന്നായിട്ട് വഴങ്ങും. എന്നിട്ട് പോലും അവരെനിക്ക് ജോലി ഇല്ലാതാക്കുകയാണ്. പോറിങ് മോക്ടെയിൽ ഓൺ ടോപ്പ് ഓഫ് മൈ റേജ്. എൻ്റെ കോപത്തിൻ്റെ മുകളിൽ മോക്ടെയിൽ ഒഴിച്ചുകൊണ്ട്, പോറിങ് മോക്ടെയിൽ ഒഴിച്ചുകൊണ്ട് ഐ സ്റ്റാൻഡ് അപ്പ്. ഞാൻ എണീറ്റ് നിന്നു. ആൻഡ് ലീവ് ഹെർ വിത്ത് ദ പാർട്ടിംഗ് ഷോട്ട്. ഞാൻ എണീറ്റ് നിന്ന് അവരോട് പാർട്ടിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അവസാനം അടിക്കുന്ന ഡയലോഗ് പറയാണ്. എന്താ പറയുന്നത്? ഗുഡ് ബൈ മാഡം, ഗുഡ് ബൈ മാഡം. ഇഫ് യു ഹാഡ് വാട്ട് ഐ ഹാവ് ബിറ്റ്വീൻ മൈ ഇയേഴ്സ് യു വുഡൻറ്റ് ബി വർക്കിംഗ് ആസ് സൂപ്പർ മാർക്കറ്റ് കാഷ്യർ. എൻ്റെ 2 ചെവികൾക്കും ഇടയിലുള്ള സാധനം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെ കാഷ്യറായി ജോലി ചെയ്യേണ്ടി വരില്ല. എൻ്റെ 2 ചെവികൾക്കിടയിലുള്ള എൻ്റെ തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറ് നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളൊരു സാധാ കാഷ്യറായി ജോലി ചെയ്യുന്നത്. എനിക്ക് വിവരമുണ്ട്, നിങ്ങൾക്കത് ഇല്ല. കം ബാക്ക് ഷി ക്രൈസ്. തിരിച്ചു വാ എന്ന് വളരെ ദേഷ്യത്തിൽ അവർ വിളിച്ചു പറഞ്ഞു. യു ഹാവൻ പെയ്ഡ് ഫോർ യുവർ ഡ്രിങ്ക്. നിൻ്റെ പാനീയത്തിൻ്റെ കാശ് നീ കൊടുത്തിട്ടില്ല. നീ കുടിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കാശ് നീ കൊടുക്കണം എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ വിളിച്ചു. നോ ഐ സേ റൈലി, ദ പ്ലഷർ ഓൾ യോഴ്സ്. ഞാൻ പറ്റില്ല എന്ന് വളരെ പുച്ഛത്തോടു കൂടി, റൈലി എന്ന് വെച്ചാൽ പുച്ഛത്തോടു കൂടി പറഞ്ഞു. ദ പ്ലഷർ ഈസ് ഓൾ യോഴ്സ്. ആ സന്തോഷമെല്ലാം നിങ്ങൾക്കിരിക്കട്ടെ. മാഡം, തിങ്ക് ഓഫ് ഇറ്റ് ആസ് ട്രാവൽ എക്സ്പെൻസസ്. നിങ്ങളുടെ യാത്രാ ചിലവായിട്ട് ഇത് പരിഗണിച്ചാൽ മതി. ഞാൻ കാശ് കൊടുക്കില്ല, നിങ്ങളുടെ യാത്രാ ചിലവായിട്ട് നിങ്ങളിത് പരിഗണിച്ചാൽ മതി. ബീങ് എ കാഷ്യർ യു വിൽ നോ ദാറ്റ് എവറിത്തിങ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ. ഒരു കാഷ്യർ ആണല്ലോ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്കറിയാം എന്തിനും കാശ് കൊടുക്കണം, എന്ത് കാര്യത്തിനും കാശ് കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈവൻ ദ സർവീസസ് ഓഫ് കളേഴ്സ്. ഇവിടെ കളേഴ്സ് ഉദ്ദേശിക്കുന്നത് ഒരു മോശം രീതിയിൽ പറയുന്നത് വർണ്ണവർഗ്ഗക്കാരെ, അതായത് കറുത്ത വർഗ്ഗക്കാരെ കളേഴ്സ് എന്ന് വിളിക്കും. അതൊരു തെറ്റായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. അപ്പം അവർ തന്നെ പറയാണ്, ഞങ്ങളുടെ സർവീസിന് പോലും നിങ്ങൾ എന്ത് ചെയ്യണം, കാശ് കൊടുക്കണം എന്നുള്ള കാര്യം അറിയില്ലേ. ആസ് യു കോൾ അസ് കണ്ട കളേഴ്സ് എന്നല്ലേ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക, ആ കാര്യമാണ് പറയുന്നത്. കളേഴ്സ് എന്ന് പറയുന്നത് തെറ്റായ ഒരു ഡെറോഗേറ്ററിയാണ്, മോശം പദപ്രയോഗമാണ്. അതല്ലേ നിങ്ങൾ ഞങ്ങളെ വിളിക്കാറുള്ളത്. ഐ ഹേർഡ് ദ കാഷ്യർ യെൽ. ആ കാഷ്യർ എന്നെ നോക്കി യെൽ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഗോ ബാക്ക് ടു യുവർ ജംഗിൾ. നിൻ്റെ കാട്ടിലേക്ക് പോ.
അതായത് ഇവരൊന്നും കാട്ടിൽ നിന്നും വന്നവരാണ്. അതുപോലെ തന്നെ ഇവർക്ക് നഗരത്തിലൊന്നും ജീവിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. ആഫ്രിക്ക വനം നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ നീയൊക്കെ നിൻ്റെ കാട്ടിലേക്ക് പോ എന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ളൊരു പദപ്രയോഗം. My mother-in-law had shouted exactly the same phrase at me. എൻ്റെ അമ്മയും ഈ സെയിം കാര്യം, ഈ ചീത്തവിളി എന്നെ മുൻപും വിളിച്ചിട്ടുണ്ട്. സെയിം, എക്സാക്ട്ലി സെയിം. You should come with me for the fresh air in the jungle. ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ സമയത്ത് you should come with me, നിങ്ങളും എൻ്റെ കൂടെ വനത്തിലേക്ക് പോരൂ. ഫോർ ദ ഫ്രഷ് എയർ ഇൻ ദ ജംഗിൾ, ആ വനത്തിലെ ശുദ്ധവായുവിന് വേണ്ടി. ഐ റിട്ടോർഡഡ്, ഞാൻ തിരിച്ചടിച്ചു. ഞാൻ അത്ര ഫയറിൽ നിൽക്കുക, കോപത്തിൽ നിൽക്കുക. അപ്പം ഞാനും തിരിച്ചടിച്ചു. ഇറ്റ് ഈസ് റിവിറ്റലൈസിങ്, അതെന്ത് ചെയ്യുന്നതാണ്? പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. നമ്മുടെ ശരീരഘടനയെ ഒന്നും കൂടെ എനർജി കയറ്റുന്ന സാധനമാണ് ശുദ്ധവായു. ആൻഡ് വുഡ് സേവ് യുവർ ഫേസ് ലിഫ്റ്റ്, നിങ്ങളുടെ ചുളിവ് വീണ മുഖത്തിനൊരു ഫേസ് ലിഫ്റ്റ്, നിങ്ങൾക്ക് പ്രായം കുറയ്ക്കാനുള്ള ഒരു അവസരമാണ് എൻ്റെ കൂടെ കാട്ടിൽ വന്നാൽ കിട്ടാൻ പോകുന്നതെന്ന് നല്ല കണക്കിന് തിരിച്ച് മറുപടി കൊടുത്തു. അപ്പം ഇവരുടെ മുഖം ചുക്കിച്ചുളിഞ്ഞതാണെന്നും ഇവർക്ക് ശുദ്ധവായു ലഭിക്കുന്നില്ലെന്നും ഇതൊക്കെ വേണമെങ്കിൽ എൻ്റെ കൂടെ കാട്ടിലോട്ട് പോര് എന്ന് തിരിച്ചടിച്ചു. ഷി സാറ്റ് ദ മട്ടറിങ്, അവരവിടെ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഷി വാസ് സ്കാർലെറ്റ്, അവരാകെ ചുവന്നു തുടിത്തിരുന്നു. ഇൻസൈഡ് ഐ താങ്ക് ഗോഡ് ഫോർ നോട്ട് അഫ്ലിക്റ്റിംഗ് മീ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ മാർക്ക് ഓഫ് എംബാരസ്മെൻറ്റ് ഓർ എങ്കർ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാര്യം എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖം ചുവന്നു തുടിക്കില്ല. സോ ആ ഒരു നാണക്കേടിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ അടയാളം എൻ്റെ മുഖത്ത് കൊണ്ടുവരാത്തതിന്, എൻ്റെ നിറം കറുപ്പായി തന്നതിന് ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. വെളുത്ത ആളുകൾ ദേഷ്യം പിടിക്കുമ്പോൾ അവരുടെ മുഖം ചുവന്നു വരും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഒന്നെങ്കിൽ ഇവർ വളരെ ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ നാണിച്ചു പോയിട്ട് അവരുടെ മുഖത്തെ രക്തമൊക്കെ വാർന്നു പോയിട്ടുണ്ടെന്ന്. കറുത്ത വർഗ്ഗക്കാരുടെ മുഖം അങ്ങനെ തുടിക്കില്ല, അല്ലെങ്കിൽ ചുവന്ന് തുടിക്കില്ല, അല്ലെങ്കിൽ ആ വിളറി വിളിക്കില്ല. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. മൈ സ്കിൻ അറ്റ്ലീസ്റ്റ് ഓൾവേസ് കീപ്സ് ഇറ്റ്സ് ഡിഗ്നിറ്റി, കുറഞ്ഞ പക്ഷം എൻ്റെ തൊലി അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാര്യം അത് മാറി മറിയില്ല, അതിനൊരൊറ്റ ക്യാരക്ടറേ ഉള്ളൂ, ആ അന്തസ്സ് അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഗുഡ് റിഡൻസ് മാഡം, ഗുഡ് റിഡൻസ്, ശല്യം ഒഴിഞ്ഞു മാഡം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. എന്നിട്ടോ ദാറ്റ് ഈവനിങ്, അന്ന് വൈകിട്ട്, ഐ കോൾഡ് എ ഫ്രണ്ട് ഫ്രം കോളേജ് ആൻഡ് റിയൽ വൈറ്റ് ഗേൾ, ഞാൻ എൻ്റെ ഒരു കോളേജ് സുഹൃത്തിനെ ഫോൺ ചെയ്തു. അവർ റിയൽ വൈറ്റ് ഗേളാണ്, അവർ വളരെ വെളുത്തിട്ടുള്ള ഒരാളാണ്. ഷി വാസ് ലുക്കിംഗ് ഫോർ സം പാർട്ട് ടൈം വർക്ക് വൈൽ ഷീ ഡിഡ് ഹെർ ഡിഗ്രി. അവർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കെ അവരൊരു പാർട്ട് ടൈം ജോലിക്കായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പാർട്ട് ടൈം ജോലി വല്ലതും കിട്ടുമോ എന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഐ ഗേവ് ഹെർ ദ കാഷ്യേഴ്സ് നമ്പർ. അപ്പോൾ ഈ കാഷ്യറിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അവർക്ക് എന്തായാലും ഒരു ഫ്രഞ്ച് ട്യൂട്ടറിൻ്റെ ആവശ്യമുണ്ട്. സോ എൻ്റെ സുഹൃത്തിന് ഞാൻ ആ കാഷ്യറിൻ്റെ, നേരത്തെ വിളിച്ച് അടിയുണ്ടാക്കിയ കാഷ്യറിൻ്റെ നമ്പർ കൊടുത്തു. ദ നെക്സ്റ്റ് ഈവനിങ് ഹെർ ഹാപ്പി വോയിസ് റാങ് ഔട്ട് ഓഫ് മൈ ആൻസറിങ് മെഷീൻ. എൻ്റെ ഫോൺ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത് അയക്കുന്ന യന്ത്രമുണ്ട്, അതിനെയാണ് ആൻസറിങ് മെഷീൻ. അതിലോട്ട് അവരുടെ ഒരു വോയിസ് അവർ അയച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വാട്സാപ്പിലെ വോയിസ് നോട്ട് പോലെ ഒരു സംഭവം അയച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? താങ്ക്സ് ഫോർ ദ ടിപ്പിന് നന്ദിയുണ്ടേ. ഐ സ്റ്റാർട്ടഡ് വർക്ക് ഫോർ ദാറ്റ് ലേഡി ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ ആ സ്ത്രീക്ക് വേണ്ടി ജോലി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഷീ ഹാസ് എ നെയ്ബർ ഹൂസ് ലുക്കിംഗ് ഫോർ എ ക്ലീനർ. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരുടെ നെയ്ബറിന് ഒരു ക്ലീനറിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ? അതായത് സഹായിച്ച ഈ കൂട്ടുകാരി ഇവരെ തിരിച്ചു കൊത്തുന്ന, ഇവരെ പരിഹസിക്കുന്ന രൂപേണ, അല്ലെങ്കിൽ ഇവരെക്കുറിച്ചൊരു തെറ്റായ ചിന്തയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് പഠിപ്പിക്കുക, വിദ്യാഭ്യാസം നേടുക എന്നൊക്കെ പറയുന്നത് വെള്ളവർഗ്ഗക്കാരുടെ ജോലി. ഈ ക്ലീനിങ് ജോലികൾ, സ്കാവെഞ്ചൊക്കെ ചെയ്യുക, അതായത് ഇങ്ങനെ മാലിന്യമായിട്ട് ഇടപഴകുന്ന ജോലികളൊക്കെ ഇവർ ചെയ്യണം. അതാണ് അവരുടെ തെറ്റായ രീതി. അതിനെ കൂടെ പരിഹസിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനം. ഈ കഥ വായിച്ച് തീരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ധാരണ വരും, ഒരു സ്ത്രീകൾ, അല്ലെ പ്രത്യേകിച്ച് ഈ കറുത്ത വർഗ്ഗക്കാർ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. നമ്മൾ ഈ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അവർക്ക് എന്ത് കിട്ടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവർ എഴുതി തന്നിട്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറമാണ് ലോകം, നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറമാണ് മനുഷ്യന്മാർ തമ്മിലുള്ള വിവേചനം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു ഷോർട്ട് സ്റ്റോറിയാണ് പ്രിഫറൻസ് നാഷണലി. അപ്പം കഥ ഏകദേശം പൂർണ്ണമായി അവസാനിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ഉണ്ടാകും, പഠിക്കാൻ ഇമെയിൽ ഉണ്ടാകും, പിന്നെ നിങ്ങൾക്ക് ലെറ്റർ ഉണ്ടാകും,
ഡയറി ഉണ്ടാകും. ഇതൊക്കെ മക്കളൊന്ന് തയ്യാറായി നിൽക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പൂർണ്ണമായി സജ്ജരാവാൻ വേണ്ടി ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഈ പറയുന്ന ഡിസ്കോഴ്സുകളും ടെക്സ്റ്റ് ബുക്കിലെ ഡിസ്കോഴ്സുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. മക്കൾക്കെല്ലാം ഈ ചാപ്റ്റർ വ്യക്തമായി മനസ്സിലാക്കി, കഥ മുഴുവനായി മനസ്സിലാക്കി എന്ന് സാറ് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സാർ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.